ഈ ദുരന്തമുഖത്ത് വിരിയുന്ന ഓരോ ചിരിയും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഈ മേപ്പാടി ക്യാമ്പിൽ ഈ കളിക്കുന്നത് ഇവിടുത്തെ ഈ ദുരന്തത്തിൽപ്പെട്ട കുട്ടികളൊരാളാണ്. മോന്റെ പേരെന്തായിരുന്നു? അഭിജിത്ത്. വീട് എവിടെ ശരിക്കും? വീട് ചൂരൽമല വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്താണ്. അതറിയില്ല. അങ്ങോട്ട് അവിടെ പോയി നോക്കിയോ? പോയി നോക്കിയിട്ടില്ല. അച്ഛനൊക്കെ പറഞ്ഞ വെള്ളം കയറിയിരിക്കണം. ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് എവിടെ എങ്ങോട്ട് മാറി? അത് വീട്ടിലെ അവിടെ ഒരു അയൽവാസി ഉണ്ടായി. അപ്പോൾ ആ ചേട്ടൻ ഇറങ്ങിയപ്പോൾ തന്നെ വെള്ളമായിരുന്നു. അപ്പോൾ ചേട്ടൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഫുള്ള് വെള്ളം, മരമൊക്കെ വന്നിട്ട് ആകലൊക്കെ. അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൻ്റെ ബേക്കിൽ കൂടെ വന്ന് ഞങ്ങളെ വിളിച്ചു. വെള്ളം ഇവിടം വരെ എത്തിക്കുന്നത് മാറാ പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടൻ്റെ ഞങ്ങളെ വീടിൻ്റെ ബേക്കിൽ കൂടെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ ബേക്കിൽ കൂടെ പോയി റോഡിലേക്ക് എത്തി. റോഡിൽ നിന്ന് റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10. ഏത് സ്കൂളിലാണ്? വെള്ളാർമല സ്കൂള് മൊത്തം പോയാലും ഫ്രണ്ട്സ് ആരെങ്കിലും ഇതിൽ പെട്ടു? ഫ്രണ്ട്സ് ഒരു 4 ആൾക്കാർ ക്ലാസ് പഠിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ക്യാമ്പിൽ സ്വാഭാവികമായിട്ടും കളികളൊക്കെ ആയി പഴയ ഒരു കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നൊരു പ്രതീക്ഷ ഉണ്ടോ ശരിക്കും? അതല്ല, ഇനിയിപ്പോ സ്കൂള് ഈ പഠിക്കുകയാണെങ്കിലും തന്നെ ഇവരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. പഠിത്തത്തിലേക്ക് അങ്ങനെ ഓവർ ശ്രദ്ധിക്കാനോ അതോ അവരെ അത്രയ്ക്കും ക്ലോസ് ആയവരാണ് ഇതിലേക്ക് പെട്ടത്. അപ്പോൾ സ്കൂള് അതേപോലെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഇനി ആരെയും നിർത്താൻ പാടില്ല എന്നാണ് ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗത്തിന് സ്കൂൾ വേണ്ട. ഇവിടെ ഇപ്പോ 5 ദിവസമായി. മാറണം. അപ്പോൾ ഈ ക്യാമ്പിൽ ഇവിടെ ദുരന്തമുഖത്തുള്ള കുട്ടികളാണ്. സ്വാഭാവികമായും ഈ കുട്ടികളുടെ ഒരു സന്തോഷം അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ക്യാമറമാൻ ലിമേഷിനൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.